ഒമാനിൽ നമ്മളെത്തിയപ്പോൾ നമ്മളടുത്ത് പറഞ്ഞത് അവർ 9:50 നിങ്ങളുടെ ഫ്ലൈറ്റ് ഉണ്ട്, ചെക്കിങ്ങിന് കയറിക്കോ എന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെക്കിങ്ങിന് ഇൻഡിഗോൻ്റെ എന്താ പറയുക കൗണ്ടർ കണ്ടുപിടിക്കാൻ തന്നെ കുറച്ചധികം സമയമെടുത്തു. അവസാനം കണ്ടുപിടിച്ച് അവിടെ വരിക്ക് നിന്ന് നമ്മൾ കാര്യങ്ങൾ അവരടുത്ത് ചോദിച്ചപ്പോഴാണ് പറയുന്നത് 9:50 അങ്ങനെ ഒരു ഫ്ലൈറ്റ് റാസൽ ഖൈമയിലേക്ക് ചാർട്ട് ചെയ്തിട്ടില്ലെന്ന്. ശരിക്കും ടെൻഷൻ അടിച്ചിട്ടോ. നമ്മളെ കൂടെ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതാണ്. പിന്നെ നമുക്ക് ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫ്ലൈറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് അവിടെ നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മളോട് വേറൊരു സ്ഥലത്തോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. പിന്നെ ആരൊക്കെയോ ഇടപെട്ടതിന് ശേഷം ഫ്ലൈറ്റ് 9:50 മറിച്ച് 11:15 നിങ്ങളുടെ ഫ്ലൈറ്റ് ഉണ്ടെന്ന് 12:15 നിങ്ങളുടെ ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണമൊക്കെ അവർ വീണ്ടും അറേഞ്ച് ചെയ്ത് തന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് വന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ മോണിറ്ററിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമയം കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും ശ്വാസം വേണത്. കാരണം വീട്ടിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക എപ്പോഴാണ് എത്തുക, ഫ്ലൈറ്റ് ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ ഭക്ഷണം കഴിച്ച് ആ മോണിറ്ററിൽ നമ്മളുടെ ഫ്ലൈറ്റും കണ്ടപ്പോൾ കുറച്ച് സമാധാനമായി. ഇനി കുറച്ച് ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ ഉള്ളൂ ഇവിടുന്ന് ഫ്ലൈറ്റിൽ അങ്ങോട്ട് എത്താനായിട്ട്. അപ്പോൾ ആ ഒരു മണിക്കൂർ ഇനി അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ കാത്തിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് എത്താൻ പറ്റുമല്ലോ എന്നുള്ളൊരു സമാധാനത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ് കേട്ടോ. ഫ്ലൈറ്റ് കയറുന്നേക്കാൾ മുന്നേ റാസൽ ഖൈമയിൽ സെറ്റിൽഡായ ഫാമിലീസൊക്കെ അവിടെ നമ്മളെ വിളിക്കാനൊക്കെ വരാൻ വേണ്ടിയിട്ട് നിൽക്കുക. കാരണം 1 മണിക്കൂർ ഡ്രൈവ് ഉള്ളൂ നമുക്ക് ഇവിടുന്ന് പുറപ്പെടുന്ന ആ ഒരു സമയം മതി അവർക്ക് എത്താനായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ പറയുന്നുണ്ട് അവർ വരുന്ന വഴിയിലൊക്കെ മോഡൽ മഞ്ചിൽ നിന്നൊക്കെ. അപ്പോൾ ഇനി ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനുണ്ട്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ളൊരു ടെൻഷനോട് കൂടിയിട്ട് വീണ്ടും നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മണിക്കൂർ തന്നെ ഡ്രൈവ് ഉണ്ടായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കഴിഞ്ഞ് നമ്മളവിടെ ഇറങ്ങി. നല്ല തണുപ്പായിരുന്നു. കാരണം ശരിക്കും വിറച്ച് പോയി തണുത്തിട്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ക്ലിയറൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക അനിയനെയും അനിയത്തിനെയും അതുപോലെ തന്നെ മോനെയൊക്കെ കണ്ട ഒരു സന്തോഷത്തിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസം എല്ലാവരെയും മുൾമുനയിൽ നിർത്തിയിട്ട് ഞങ്ങളുടെ ആ ഒരു ജേർണി ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇവനൊക്കെ നേരിട്ട് കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത്. വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ കണ്ടു എന്നൊക്കെ. അങ്ങനെ എന്താ പറയുക ഒരു മൂടൽ മഞ്ഞിലൂടെ തന്നെയാണ് കേട്ടോ നമ്മൾ ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് പോയത്. ഒരു വിശേഷമായിട്ട് വീണ്ടും വരാം കേട്ടോ.